ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലാണ്. ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിൻ്റെ പുനരുദ്ധാരണമായി ബന്ധപ്പെട്ട് ആ ചടങ്ങൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുഹൂർത്തക്കല്ല് വെക്കുന്നുണ്ട്. ആ ചടങ്ങ് കാണാം നമുക്ക്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രസിദ്ധമായ ഒരാളാണ്. ഒറ്റയ്ക്ക് 1,00,000 കല്ല് കൊണ്ട് ഒരു വർഷം എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് കുളം നിർമ്മിച്ച ഒരു വ്യക്തിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി, ഈ ക്ഷേത്രക്കുളത്തിൻ്റെ ശില്പി. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ചടങ്ങുകളിലേക്ക് പോവാം, ആ കാഴ്ചകളൊക്കെ കാണാം. എന്നാ വാ. ഭൂമിയെ താങ്ങി നിർത്തുന്നത് അനന്തൻ എന്ന് പറയുന്ന നാഗാണെന്ന് പറയും. ആ നാഗത്തിനെ പീഠമാക്കി അതിൻ്റെ മേലെയാണ് ഭൂമിദേവി. മഹാലക്ഷ്മിയുടെ 2 ഭാര്യമാരാണ്, ഭൂമിദേവി, മഹാലക്ഷ്മി. അപ്പോൾ ആ ഭൂമി അതിൻ്റെ മേലെയാണ് നിൽക്കുന്നതാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിന് എന്തെങ്കിലും ബാധകളോ മറ്റു ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമി പൂജ ചെയ്യുന്നത്. ശരിക്കും വീടൊക്കെ എടുക്കുമ്പോൾ അത് ചെയ്യണത് അതിനൊരു ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മഹത്തായ കർമ്മമാണല്ലോ. അപ്പോൾ അത് ഭംഗിയായി നടക്കാനും സ്ഥലസംബന്ധമായിട്ട് വല്ല ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ നല്ലോണം പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ. കാരണം ഒരു കൂട്ടായ്മ കൊണ്ടേ ഇതൊക്കെ നടക്കും. ഒരു വ്യക്തിക്കൊന്നും പറ്റില്ലല്ലോ. എല്ലാവരും കൊണ്ട് വന്ന് പ്രസാദം വാങ്ങിക്കോ. എല്ലാവരും വന്ന് വാങ്ങിക്കോ. ഇതാ ഇങ്ങോട്ട് വന്നോ, പ്രസാദം വാങ്ങിക്കോ.
ചങ്ങായിമാരെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ നവീകരണ പ്രവൃത്തി നടക്കുന്ന കുളം കേട്ടോ. അതിമനോഹരമാണ്. ഇപ്പം തന്നെ കുളത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. കണ്ട നിങ്ങൾ അതിൻ്റെ ഭംഗി, ആ പച്ചപ്പും ആ കുളത്തിൻ്റെ ഭംഗിയും എല്ലാം കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. പണിയും കൂടി കഴിഞ്ഞാലേ ഭയങ്കരമായിരിക്കും. മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. ഇതെല്ലാം കാട് പിടിച്ച് കിടന്നു, അതായത് പണി തുടങ്ങുന്നതുകൊണ്ട് വൃത്തിയാക്കിയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറത്തെ കരക്കാണ് ഭൂമി പൂജ നടക്കുന്നത് കേട്ടോ. നമ്മളിപ്പം കണ്ടില്ലേ. എല്ലാവരും വന്നില്ല. പ്രാർത്ഥിച്ചിട്ട് ഭംഗിയായി തീരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു. ചങ്ങായിമാരെ, ഒരാൾ ഒറ്റക്ക് 1 ലക്ഷം കല്ല് വെച്ചിട്ട് നീലേശ്വരത്ത് ഒരു അമ്പലത്തിൽ കുളം നിർമ്മിച്ച ഒരു
കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കഥയല്ലാതെ വാസ്തവമാണ്. അദ്ദേഹത്തിന് നമ്മളിവിടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ചേലേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ പണി ശില്പി അദ്ദേഹമാണ്. അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. നമസ്കാരം. എന്താണ് പേര്? വിനീഷ്. വിനീഷ്. എവിടെയാണ് ശരിക്കും സ്ഥലം? നീലേശ്വരം കാര്യംകോടാണ് ഞാൻ. ആ, അപ്പോൾ ഈ 1 ലക്ഷം കല്ലുകൊണ്ട് സ്വന്തമായിട്ട് കുളം നിർമ്മിച്ചെന്ന് പറഞ്ഞത് അത് വാസ്തവം തന്നെയല്ലേ? അതെ അതെ അല്ലേ? വാർത്തയിലെല്ലാം ഉണ്ടായതല്ലേ. ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ എന്താണ് അതിൻ്റെ ഒരു ചേതോവികാരം? എന്താണ് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? അതൊരു പഴയ പുരാതന ശൈലിയിൽ ചെയ്തതാണ്. കുറേ ദീർഘ വർഷം നീണ്ടിരിക്കണ്ടേ. അത് അങ്ങനെ പണിയെടുക്കുന്ന ആൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അതിന് എത്ര കാലം എടുത്തു ചെയ്ത് തീർക്കാൻ വേണ്ടി? 1 വർഷത്തോളം. 1 വർഷം അല്ലേ? 1 ലക്ഷം കല്ല്. 1 ലക്ഷം കല്ലുണ്ട്. സ്വന്തമായിട്ട് എല്ലാ പണിയും സ്വന്തമായിട്ട്? അല്ലല്ല, മിനുസപ്പെടുത്താനും കല്ല് എത്തിച്ചേരാനെല്ലാം നമുക്ക് സഹായികളുണ്ടായിരുന്നു. ബാക്കിയുള്ള ആ കുളത്തിൻ്റെ അവസാനത്തെ പണികൾ കെട്ടുന്ന പണിയായിരിക്കും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തല്ലേ? കെട്ടുന്നത്. പിന്നെ വേറെ നമ്മൾ ഈ ഇവിടുത്തെ കുളത്തിനെ പറ്റിയിട്ട് എങ്ങനെ ഇവിടത്തേക്ക് എത്തിച്ചേർന്നത്? ഇവിടെ വാർത്ത കണ്ടിട്ട് അങ്ങനെ വന്നതാണ്. നിങ്ങൾ അങ്ങോട്ട് സമീപിച്ചു? അപ്പോൾ ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ ഏറ്റെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കുളത്തിൻ്റെ ഇത് കണ്ടിട്ട് എന്നാന്ന് തോന്നുന്നു? ഈ കുളം എന്നല്ല, എല്ലാ കുളവും സംരക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നാളത്തെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വരദാനമാണിത്. ഇനി വരാൻ പോകുന്നത് ജലക്ഷാമമായിരിക്കും. കാരണം നമ്മൾ ഈ രീതിയിൽ നമ്മളെ കല്ലുകൊണ്ട് പടുത്തു കഴിഞ്ഞാൽ 10,000 വർഷങ്ങൾക്കുള്ളിൽ നിൽക്കും ഇത്. അങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇത് നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് മണ്ണോട് ചേരും. കല്ല് മണ്ണോട് ചേരും. അല്ലാതെ ഇതിൽ ദോഷങ്ങളൊന്നും വരാനില്ല. ഇവിടെയുള്ളവർ ചെയ്യുന്നത് നാളത്തെ മക്കൾക്ക് ഒരു പുണ്യകർമ്മം ചെയ്ത് തരും. അതിൻ്റെ നല്ല മനസ്സ് കാണിച്ച അമ്പലത്തിൻ്റെ എല്ലാ ഭാരവാഹികളും എല്ലാവരും എനിക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ആദ്യം. പിന്നെ നമ്മൾ ഈ കുളത്തിൻ്റെ പണി എപ്പോഴാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഇത് വെള്ളം കുറയണം. ഇപ്പോൾ മഴയല്ലേ, വെള്ളം വേനൽക്കാലം തുടങ്ങുമ്പോൾ തുടങ്ങും, അടികെട്ടാൻ തുടങ്ങും. അപ്പോൾ ഏകദേശം അങ്ങനെ പറയാൻ പറ്റൂല, എന്നാലും ഏകദേശം എത്ര സമയം എടുക്കുന്ന തോന്നുന്നു ഇത് ചെയ്ത് തീർക്കാൻ? ഒരു ഏപ്രിൽ തുടങ്ങിയാൽ ഒരു 2 കെട്ടായിട്ടേ കെട്ടാൻ പറ്റും. പിന്നെ പിറ്റത്തെ മഴ മാറിയാൽ കെട്ടാൻ പറ്റും. ആ വർഷം തീരും. വേറെ എന്താണ് നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും പറയാനില്ല? ഇതിന് മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഇതിന് വന്നു ആദ്യമായിട്ട് വരുന്നത്. വെള്ളവും കടവ് വരെ വന്നിട്ടുണ്ട്. വെള്ളം കടവ് അല്ലേ? വെള്ളം കടവ് ഇതുവഴി തന്നെയല്ലേ പോവാ? അതെ. പിന്നെ നിങ്ങൾ എത്ര വർഷമായിട്ട് പിന്നെ ഈ രംഗത്തുണ്ട്? ഞാനൊരു +2 പഠിക്കുന്ന സമയത്ത് കൽപ്പണി തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് എത്രാമത്തെ കുളമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇത് അമ്പലത്തിൻ്റെതായ കുളം, 3ാമത്തെ കുളം. 2 കുളം മെയിൻ്റെനൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ മുമ്പേ. ഇത് 3ാമത്തെ കുളം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളെ ഈ കുളത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ നാടിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കുളത്തിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ എല്ലാം ഒരു വലിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. ഇത് മലിനമാക്കിക്കൂടാ. പ്രകൃതി ഇതിനെ മലിനമാക്കൂല. കാട് കയറിയാലും അത് എപ്പം വേണമെങ്കിൽ നമുക്ക് വൃത്തിയാക്കാം. ഇതിൽ അവശിഷ്ടങ്ങൾ കൊണ്ടിടാതെ നമ്മളെ അമ്പലത്തിൽ പറഞ്ഞാൽ കോടിക്കണക്കിന് പിന്നെ ദിവസങ്ങൾ എടുത്ത് കെട്ടിയ കുളങ്ങളുണ്ട്. എത്ര വലിയ കല്ല് പറഞ്ഞാൽ ആന എടുത്ത് കൊണ്ടുവരേണ്ട കല്ലുണ്ട്. അങ്ങനെയെല്ലാം പണ്ട് അവർ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചതാണ്. നമ്മൾ ഇന്ന് അതിനെല്ലാം മലിനപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് മദ്യം കഴിച്ചു എല്ലാം ദുരുപയോഗം ചെയ്യുന്നു. അത് ജനങ്ങളിലൊരു ബോധം ഉണ്ടായാൽ ഇന്നത്തെ ജലസമ്പത്ത് നാളത്തെ മക്കൾക്ക് എന്നുള്ളൊരു തോന്നലുണ്ടായാൽ തന്നെ നമ്മളെ നാളെ അതിനെ സംരക്ഷിക്കാൻ വേറെ ഒരാളോട് പറയേണ്ടി വരില്ല. പിന്നെ കുടുംബത്തിനെ പറ്റിയൊന്നും പറയാൻ പറ്റും? കുടുംബം അച്ഛനമ്മ, ഒരു പെങ്ങള്, ഒരനിയൻ, പിന്നെ ഭാര്യ, 2 മക്കൾ. നമസ്കാരം സുധീരേട്ടാ. പിന്നെ നിങ്ങളെ പ്രത്യേകം പേര് ചോദിക്കേണ്ട ആവശ്യമില്ല. കുറേ പ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്തിയാണ് സുധീരേട്ടനെ. സുധീരേട്ടനെ വഴിയാണോ ഇദ്ദേഹത്തെ തേടി കണ്ടുപിടിച്ചത്? അങ്ങനെ തന്നെ വേണ്ടിക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഒരു സമർപ്പണമായിട്ട് ഈ കുളം നമ്മൾ ചെയ്തു കൊടുക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പം അങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിച്ച സമയത്ത് കുറേ ആൾക്കാർ ഈ കുളം നോക്കാൻ വേണ്ടിയിട്ട് വന്നു ഇങ്ങനെ വർക്ക് വരും. കാരണം നമുക്ക് ഒരു സ്വഭാവം കൂടെ ഉണ്ട്. ഒരു വർക്ക് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ആരോടും ചോദിക്കാണ്ട് ഒരാൾ വന്നപാടങ്ങ് അയാൾക്ക് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാം തൃപ്തികരമായ മൊത്തത്തിൽ തൃപ്തി വേണം. ഒരു പിന്നെ വർക്ക് ഒരാളെ ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു തൃപ്തി വേണം. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ട് ഒരുപാട്
ക്ഷേത്ര കുളങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തും പോയിട്ടുണ്ട്, പിന്നെ സമർപ്പിച്ച കുളത്തിൻ്റെ അടുത്തും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയ ഘട്ടത്തിലൊക്കെ അവിടെ ചെയ്ത ആൾക്കാർ ആരാന്ന് എന്നെല്ലാം അന്വേഷിച്ചു. അവരെയൊക്കെ ബന്ധപ്പെട്ട് അവരോടും ഇവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ വന്ന് നോക്കി. പിന്നെ ആദ്യമായിട്ട് വന്നത് ഈ കക്ഷിയാണ്. ഈ കക്ഷീനെ നമ്മൾ പിന്നെ കക്ഷീൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ നീലേശ്വരത്തല്ലേ, അപ്പോൾ വളരെ പിന്നെ കഷ്ടപ്പെട്ട് നമ്പറൊക്കെ കിട്ടി. കിട്ടി. എന്നിട്ട് വിളിച്ച സമയത്ത് കക്ഷി പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. കക്ഷി ഒരു കാലത്ത് വന്നു നോക്കി. അപ്പോൾ നമ്മൾ ഈ ഇത് ചെയ്യുന്ന വ്യക്തിയാന്ന് എനിക്ക് ഇവരെ പിന്നെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഇങ്ങനെ അപ്പോൾ ഒരു മനസ്സിൽ ആദ്യമേ ഒരു തീരുമാനിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇങ്ങനെ മൊത്തത്തിൽ മൊത്തം പിന്നെ ഇല്ലത്. പിന്നെ നമ്മളെ സിസ്റ്റം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കുറേ അനുഭവപ്പെട്ടല്ലോ. നമ്മളിതിൻ്റെ അകത്ത് ശരിക്കും ആത്മസമർപ്പണമാണ്. ഒരു ദേവൻ്റെ കാര്യത്തിൽ ഇത് എല്ലാം ഒരു മുജ്ജമ്മ സുഹൃതമാണ്. കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ പണിയെടുക്കാനും പണി എടുപ്പിക്കാനും അതിൻ്റെ ഭാഗമാക്കാനെല്ലാം കഴിയുന്നത് വലിയ ഒരു സുഹൃതമായിട്ടുള്ളൊരു അല്ല. അതിന് അത് നമുക്കങ്ങനെ എവിടുന്നും കടയെന്നോ വീടെന്നോ ഒന്നും വാങ്ങിക്കാൻ ഒന്നും കിട്ടാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏത് പണിയെടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരുപാട് ക്ഷേത്രത്തിൻ്റെ പിന്നെ പ്രവർത്തികളിൽ പങ്കാളിയാകാൻ എനിക്കും നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സുഹൃത്ത് താങ്കളും കൂടിയാണ്. അങ്ങനെയെല്ലാം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഇത് എടുക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ എത്രയോ പ്രഗത്ഭരായ ആൾക്കാർ നാട്ടിൽ വേറെ ഇല്ലായിട്ടൊന്നുമല്ല. പക്ഷേ അതൊക്കെ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളിൽ അർപ്പിതമായിട്ടുള്ള കാര്യമാണ്. ഇത് നിൻ്റെ കൈനെ കൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ എല്ലാം ചെറിയ അവകാശികളാണ് ഈ ഭൂമീൻ്റെ. നമ്മളിങ്ങനെ വേഗം ഒരു പരിധി കഴിഞ്ഞാൽ ഈ നാടും മണ്ണും എല്ലാം വിട്ടു പോകേണ്ട ആൾക്കാരാണ്. എന്നാലും ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു കുളത്തിൻ്റെയും എല്ലാം പണി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് തന്ത്രി ഈ പിന്നെ മനസ്സിൽ ചെല്ലുന്ന ഒരു ഭരണഘടന പോലുള്ളൊരു വാചകമുണ്ട്. കൽപ്പാന്ത കാലത്തോളം ഈ നാടിനെയും നാട്ടുകാരെയും ഒക്കെ സംരക്ഷിച്ചുകൊള്ളണം എന്നാണ് പറയുക. അതുപോലെ തന്നെയാണ് ക്ഷേത്രക്കുളം. അത് കൽപ്പാന്ത കാലത്തോളമാണ്. ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് എത്രയോ കാലം കഴിഞ്ഞിട്ട് ആണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു പണി ചെയ്യുക. അപ്പോൾ അത് ചെയ്യാനില്ല ഇപ്പോൾ ഈ പഴയൊരു കുളമായാലും അത് ചെയ്യാനില്ല നിയോഗം നമുക്കാണ് പിന്നെ വന്ന് ഭവിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഭഗവാന്റെ കടാക്ഷവും കാരുണ്യം എല്ലാം ഉണ്ടായാൽ അതിന് നമ്മൾ ശ്രമിക്കും. നമ്മളെക്കൊണ്ട് തടീനെ കൊണ്ടും സാമ്പത്തികപരമായിട്ടും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്യും. പല കാര്യങ്ങളും അതുപോലെ ചെയ്തിട്ട് വിജയിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഈ കുളവും കൂടി പിന്നെ നിർമ്മിച്ച് പൂർത്തീകരിക്കാനില്ല ആയുസ് ഭഗവാൻ തരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ചങ്ങായിമാരെ ഇവർ പറയുന്നത് കേട്ടില്ലേ? സുധീരേട്ടനും നമ്മൾ മുകളിലേക്ക് പോകുന്നു. ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചാൽ വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരും. കാണാൻ ഇടുന്നു. ചങ്ങായിമാരെ, നമ്മൾ ഈ കുളത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാരനായ ഒരാളുണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാമല്ലോ. നമസ്കാരം. നമസ്കാരം. എന്താ പേര് നിങ്ങളെ? ബിജു. ഈ കുളത്തിൻ്റെ മുന്നേ ഉള്ള ഒരു അവസ്ഥ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? മുന്നേ കുറേ വർഷങ്ങളായിട്ട് ആരും ഉപയോഗിക്കാത്ത കുളമാണ്. അപ്പോൾ അമ്പലത്തിനൊരു കുളം ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ തന്നെ അറിയാൻ തുടങ്ങിയത് ഇപ്പോൾ അടുത്ത കാലത്താണ്. കാരണം നമ്മളെപ്പോൾ അമ്പലത്തിൽ വരും തോത് പോകുന്നല്ലാണ്ട്. കാരണം റോഡുമെന്നും അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു ഗ്രൗണ്ടും കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലമാണ് ഇത് ക്ഷേത്രക്കുളം. അതുകൊണ്ട് തന്നെ ആരും അറിയില്ല. ഇങ്ങനെ ഒരു കാട് കയറി മൂടിയ ഒരു പ്രദേശം, മൊത്തം കാടാണ്. കാട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആർക്കും വരാൻ തന്നെ പറ്റില്ല. ഇതിൻ്റെ കുളത്തിൻ്റെ പണി ഇങ്ങനെ തുടങ്ങണം എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ ഒരാളെ അല്ല ക്ഷേത്ര കമ്മിറ്റിക്ക് അറിയാം. കമ്മിറ്റിക്ക് അറിയാം. ക്ഷേത്രത്തിലുള്ള പിന്നെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രിമാർക്കും അവർക്കെല്ലാം അറിയാം. പക്ഷെ നാട്ടുകാരെ നമുക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് മുതിർന്നവർക്കെല്ലാം അറിയായിരിക്കും ഇങ്ങനെ കുളം ഉണ്ട് എന്നറിയാം. കാരണം അത്രത്തോളം എത്രയോ വർഷങ്ങളായിട്ട് അവരെല്ലാം ഓർമ്മയിൽ തന്നെ കുളം ഉപയോഗിക്കില്ല. കാരണം ശാന്തിക്കാരൊന്നും കുളിക്കാൻ വരലില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരാളെ വകയാണ് ഇത് ഇപ്പം ക്ഷേത്രക്കുളം എടുത്തു കൊടുക്കുന്നത്. അയാൾ എത്രയോ വർഷങ്ങൾക്ക് അതെ നമ്മുടെ നാട്ടിലുള്ള തന്നെ അവർ പേരങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു ഭക്തൻ്റെ ഒരു പ്രാർത്ഥനയാണ് അയാളെ പ്രാർത്ഥന. അവരെ ആ പ്രാർത്ഥനയിൽ എടുത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവർ ഇങ്ങനെ കാട് ബൈക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്.
കാട് വായിക്കിട്ട് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ വള്ളിപ്പടർപ്പും കാടും വള്ളിക്കെട്ട് കണ്ടാൽ തന്നെ പേടിയായി പോകും. കുളത്തിന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഭീകര രൂപം. നിങ്ങൾ ഈ കുളത്തിന്റെ അടുത്ത് വന്ന സമയത്ത് ഈ അവസ്ഥയിൽ തന്നെ കുളം അല്ല, ഇത് ഇപ്പൊ ഏകദേശം ഒരു 1.5 മാസം കൊണ്ടാണ് ഈ പരുവത്തിലായത്. കാരണം ഇങ്ങോട്ടേക്ക് ആർക്കും വരാൻ തന്നെ പറ്റൂല, അത്രക്കും വള്ളിപ്പടർപ്പും കാടാണ്. പിന്നെ JCB വെച്ച് 1 മാസത്തോളം JCB ഇതിനെ കൂടുതൽ പണി കൊണ്ടാണ് ഈ കാണുന്ന ഒരു ഇത്രയും നല്ലൊരു, നമുക്കിപ്പം നിന്ന് വർത്താനം പറയുന്ന സ്ഥലം പോലും ഭയങ്കര കൊടുങ്കാടേനു. കാരണം ഇത് ഇങ്ങോട്ടേക്ക് ആരും വരുന്നില്ല. അമ്പലത്തിന്റെ മുമ്പിൽ പിന്നെ കുറച്ച് മാറിയിട്ട് അടുത്തൊന്നും വീടുകളൊന്നുമില്ല. ക്ഷേത്രത്തിന് ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് ഈ സ്ഥലം അങ്ങനെ ഉപയോഗിക്കുന്നില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ശാന്തിക്കാരൊക്കെ കുളിച്ചെന്നാണ് പറയുന്നത്. അത് ഇപ്പോഴുള്ള കമ്മിറ്റിക്കാരെ ഓർമ്മയിലൊന്നും അങ്ങനെയുള്ള ഒന്നും നടന്നിട്ടില്ല. പക്ഷെ കുളം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് അറിയില്ല അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നുള്ളത്. അപ്പൊ ഇപ്പാണ് ഇത് വൃത്തിയാക്കുമ്പോൾ ഈ കുളത്തിന്റെ രൂപം കാണുന്നത്. ചങ്ങായിമാരെ, ഇതാണ് ഇപ്പം ഉള്ള കുളത്തിന്റെ അവസ്ഥ കേട്ടാ. കണ്ട, ഈ കുളത്തിന്റെ പിന്നെ പ്രായം ആർക്കും പറയാൻ പറ്റില്ല എന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. ഇപ്പം നമ്മളോട് സംസാരിച്ച നാട്ടിലുള്ള ആൾക്കാരും അവരെക്കാട്ടിയും പ്രായമുള്ളവരും അവരൊന്നും ഓർമ്മ വെക്കുന്നതിന് മുന്നേ ഈ കുളം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടതെന്നാണ് പറയും. ഇപ്പം 1 മാസമായിട്ട് നേരത്തെ നമ്മളെ ഇവർ പറഞ്ഞ പോലെ തന്നെ JCB എല്ലാം വെച്ച് വൃത്തിയാക്കി കഴിഞ്ഞവരാണ് ഇതിൻ്റെ വലിപ്പവും ആഴമൊക്കെ ഇവർക്ക് മനസ്സിലായതെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള എൻ്റെ കൂട്ടുകാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാതൃസമിതി അംഗങ്ങളെ, ഈ ക്ഷേത്രം ഒരു 10-55 വർഷം മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ അമ്പലമില്ല. അന്ന് ഇതിൻ്റെ പേര് ജാതിക്കാലമ്പലമാണ്. അപ്പോൾ അതിന് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കാട് പിടിച്ച് ദീപാരാധന ഒന്നും നടക്കാതെ ഇരുന്ന ഈ ക്ഷേത്രം ഒരുപാട് ജനങ്ങൾ, ഒരു പേര് തീരെ ഞാൻ ഓർക്കുന്നു, നമ്മളെ ചന്തൂട്ടി മാഷ്, പഴയതായ ചന്തൂട്ടി മാഷ്, ഗോവിന്ദ മാഷ്, കുഞ്ഞിരാം മാഷ്, നമ്മുടെ കണ്ണിച്ചേരി കൃഷ്ണേട്ടൻ, പിന്നെ നമ്മുടെ രാഘവേട്ടൻ കർണാടകേട്ടൻ, അതേ തുടർന്ന് നമ്മുടെ ദാമോയേട്ടൻ, നമ്മുടെ രാഘവരാഘവർ, വെല്ലാത്ത ബാലേട്ടൻ, ജനാർദ്ദനേട്ടൻ, അന്തമാഷ്, ഒരാരെങ്കിലും പേരെന്നാക്കി ശരിക്കും ഓർമ്മയില്ല, ഉള്ളവരും അവരുടെ അത്യധ്വാനവും കഠിനാധ്വാനവും, പിന്നെ ഇന്ന് നിലവിലുള്ള കമ്മിറ്റി കർണാടകയുടെയും ഗോപാലകൃഷ്ണന്റെയും വേണൂട്ടിയുടെയും ആയിരുന്നു. അവരെല്ലാം 1-ാം ദിവസം, 2-ാം ദിവസം, 5-ാം ദിവസം, 10-ാം ദിവസം ഉത്സവാനന്തരം ആറാട്ടോടുകൂടി സമാപനം എന്നൊരു ചടങ്ങ് നമുക്കിത് നടത്താൻ കഴിയില്ല. കുളം നിർമ്മിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ എല്ലാവരും ഏറ്റവും വലിയൊരു ക്ഷേത്രങ്ങളുമായി മാറ്റാൻ കഴിയും. അതിൽ എന്തെല്ലാം പ്രസക്തി വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നാലും എല്ലാ യോജനകളെയും അതിലേക്ക് ഈ ക്ഷേത്ര നടക്കും നടത്താൻ എല്ലാവർക്കും നമസ്കാരം. ക്ഷേത്രം തന്ത്രി ശ്രീ പരമേശ്വരൻ മുമ്പ് അസാധനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന പരിവാരത്തിനകത്ത് നാരായണ നമ്പൂതിരിപ്പാട് ഈ വീതി ധന്യമാക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറും അതിനുപരി എൻ്റെ ഗുരുനാഥനുമായ P. നന്ദകുമാർ സാറും ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. ഞാൻ വലിയ ഒരു പ്രാസംഗികരൊന്നുമല്ല, എന്നാലും ഈ കുളം നിർമ്മാണത്തെപ്പറ്റി ഒരു 2 വാക്ക് സംസാരിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഈ കുളം ക്ഷേത്രത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത്, തച്ചുശാസ്ത്ര കണക്കുപ്രകാരമുള്ള ക്ഷേത്രം നിർമ്മിക്കാനാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഭംഗിയായി നടത്തി തരുവാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഈ കമ്മിറ്റിക്കും എല്ലാവർക്കും ഉണ്ട്. ആ കമ്മിറ്റി ഇപ്പോൾ തന്നെ അതിന്റെ പ്രവർത്തനം നല്ല നിലയിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അതിന്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയായിരുന്നു. ഒരു വലിയൊരു കാടിന്റെ അകത്ത് നിന്ന് ചെറിയൊരു സ്ഥലം ഇങ്ങനെ
ഇതായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു തോതിൽ വെള്ളം ഇങ്ങനെ കാണുന്ന ഒരു ഭാഗം മാത്രമായിട്ടാണ് അത് ഉണ്ടായത്. അപ്പൊ ഇപ്പോൾ തന്നെ ആ കമ്മിറ്റി വലിയ ഒരു പ്രവർത്തനം നടത്തി അത് കംപ്ലീറ്റ് ശുചീകരിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും ഇപ്പൊ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവർക്ക് വേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മളെ ഒരു കുത്തായ സ്ഥലമായതുകൊണ്ട് വലിയ ചേവലിലെ സ്റ്റെപ്പുകളും അതിന് കുറെ വാളുകളൊക്കെ കെട്ടി ഒരു വലിയ ലെവലിലുള്ള ഉദ്യാനം പോലെയെല്ലാം ആക്കിയിട്ട് സംരക്ഷിക്കേണ്ട ഒരു സാധ്യതയില്ല ഒരു കുളമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നെ സംശയം വരും, എന്താണ് കുളം ഒരാൾ നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെയുള്ള ഒരു അനുബന്ധ പ്രവർത്തനം വരുന്നതാണ്. അനുബന്ധ പ്രവർത്തനം നിങ്ങൾക്ക് ഈ ബാങ്കിൽ വെച്ച ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നില്ല എല്ലാവരും. അപ്പൊ കുളം ഞങ്ങൾ ഏത് തരത്തിലായും നമ്മൾ അത് അവിടെ നിർമ്മിക്കും. അതിനുശേഷം വരുന്ന അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് വലിയ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും ഒക്കെ നാട്ടുകാരും ഭക്തജനങ്ങളും ഒക്കെ സാധിക്കുകയും അപ്പൊ നാട്ടുകാർ ഓരോരുത്തരും ചേർന്ന് അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആത്മസമർപ്പണം നടത്തി ഈ കുളം ഒരു വലിയ ഒരു ഈ ക്ഷേത്രത്തെ ഈ കുളത്തിന്റെ പേരിലും കൂടി അറിയപ്പെടുന്ന ലെവലിലേക്ക് ഇത് മാറ്റിയെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇതിനോടൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടത്താൻ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ച ഇതിനൊക്കെ കാരണവുമായിട്ടുള്ള അകാലത്തിൽ നമ്മളൊക്കെ വിട്ട് പിരിഞ്ഞുപോയ ആൾക്കാർ. ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായി ബഹുമാനനായ പി നന്ദകുമാർ സാറിനെ ക്ഷണിക്കുന്നു. പങ്കെടുത്ത് ഈ ചടങ്ങിനെ ധന്യമാക്കിയിട്ടുള്ള നമ്മുടെ ആരാധ്യനായ ബ്രഹ്മശ്രീ കരുമാരത്തില്ലത്ത് നാരായണൻ നമ്പൂതിരി ക്ഷേത്രത്തിൽ കൂടിയായിട്ടുള്ള ചടങ്ങിനെ സ്വാഗതം ആശംസിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് മാസ്റ്റർ, അതുപോലെ തന്നെ ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ബ്രഹ്മശ്രീ അവിനാഷ് ഭട്ട്, പി വി കുഞ്ഞിക്കണ്ണൻ, എൻ കെ ശോഭന, അതുപോലെ നന്ദി പ്രകാശിപ്പിക്കാൻ സന്നിഹിതനായിട്ടുള്ള പ്രകാശേട്ടൻ, വേദിയിലിരിക്കുന്ന മറ്റ് സംഭവിച്ചിലെ പ്രിയപ്പെട്ട നാട്ടുകാരി സുഹൃത്തുക്കളെ, മാതൃസന്ധി അംഗങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ നാട് ഇന്ന് വളരെ വലിയൊരു സന്തോഷത്തിലാണ്. നേരത്തെ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുൻ തലമുറക്കാർ ആഗ്രഹിക്കുകയും നമ്മളേവരും എന്നും ഈ ക്ഷേത്രത്തെ കാണുമ്പോൾ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ആഗ്രഹം, സ്വപ്നം. ഈ പ്രദേശമല്ലാത്ത ഒരു കൃഷിഭവനിലെ ഓഫീസർ ഇതിന്റെ അടുത്തൊരു കൃഷിഭവൻ ഉണ്ടായിരുന്നു. അവിടെ വന്ന് അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഈ ക്ഷേത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇല്ലാത്ത വർഷം ഉണ്ടാകാനും ഉണ്ടായിട്ടെങ്കിലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ ഈ പ്രദേശത്തുന്ന ഭക്തന്മാരായിട്ട് ചടങ്ങ് അറിയിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം പുറത്തു നിന്നും ഒരു നീതി പൊങ്ങി വന്നു. നിങ്ങൾ രണ്ടു കൈ കൊണ്ട് അതിനാണ് ഒരു വായിപ്പോന്ന് വന്നു. പക്ഷെ അദ്ദേഹം ഈ ഇതിന്റെ മൊത്തം ആ പാത്രം തന്നെ പിടിക്കാൻ നോക്കും. അത് ശരിക്ക് പിന്നെ ഇതിന്റെ ആ മകനെ മാത്രം കെട്ടി തിരിച്ചു പോയി എന്നൊരു ഐതിഹ്യമില്ലേ. അത് എത്രത്തോളം ശരിയാണെന്നില്ല. ുന്നത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ടാണ് പറയപ്പെടുന്നത്. കിണറ്, കുളം ഇതൊക്കെ നിർമ്മിക്കാൻ നമുക്ക് വ്യക്തിപരമായിട്ടായാൽ പോലും അത് വലിയൊരു ഭാഗ്യമാണ്. സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ചെറിയതായാലും ചെറിയ കാര്യമായിരിക്കും അത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തികൾ നമ്മൾ അറിയാതെ നമ്മളെ മഹത്തായ ഭയങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു.
ചോലേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം പുനരുദ്ധാരണത്തിന് മാതൃസമിതിയുടെ പേരിൽ ആശംസ അർപ്പിക്കുന്നു. ഭക്തജനങ്ങളെ, വളരെ വിശദമായിട്ട് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ ഇതൊന്നുമില്ല. ഇനി എൻ്റെ ചടങ്ങ് വെച്ച് നന്ദി രേഖപ്പെടുത്തൽ മാത്രമാണ്. അപ്പോൾ ഈ കുളത്തിന് ആദ്യമായി ഭൂമി പൂജ നടത്തിയ നാരായണൻ മാസ്റ്റർ, പെരുമാറ്റത്തിൽ നാരായണൻ നമ്പൂതിരി അവരുടെ ഈ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നന്ദകുമാർ സാറിന് ആദ്യമായി ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ വേദിയിലെ അരിയാട്ടൻ, പിന്നെ ഈ കുളം സംഭാവനയിലെ ആർദ്രമായി സംഭാവന ചെയ്യുകയും ഇതിനു വേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്യുകയും ചെയ്ത ശ്രീധരൻ നമ്പ്യാരുടെ കുടുംബത്തിനും അതിനുവേണ്ടി പ്രചോദനം നൽകിയ സുധീറിനും ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ഭക്തജനങ്ങൾക്കും ഈ കുളം നിർമ്മാണം ഏറ്റെടുത്ത ശില്പിക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ ആർദ്രമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെയും നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. ഇത് നിങ്ങളുടെ സ്വന്തം നിജി.